ഇപ്പോൾ സൗമ്യയുടെ അമ്മ സുമതി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സുമതി, ഇപ്പോൾ ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്തയാണ് വരുന്നത്. എത്ര ഞെട്ടലുണ്ടാക്കുന്നതാണത്? മനുഷ്യന് ഞെട്ടിത്തെറിച്ചിട്ടിരിക്കുക. ഞാൻ ഈ ചാനലുകാർ രാവിലെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഇത് ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാർന്നിട്ടുണ്ടെങ്കിൽ അവനൊരാൾ സപ്പോർട്ട് ഇല്ലാതെ പിന്നെ എങ്ങനെ ഇത് ചെയ്തു? ഇത് കണ്ണൂർ ജയിലല്ലേ? അത് എത്ര ഇതിലാണ് കിടക്കണത്? ആ ജയിലിൽ ഇവൻ മതിലെടുത്ത് ചാടി ഇങ്ങനെ പോർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരാളെ സപ്പോർട്ട് ഉണ്ട്, അല്ലാതെ അവൻ വരില്ല. ഇത്രയും ഇങ്ങനെ ക്രൂരമായി ഇത്രയും വലിയൊരു ഇത് ചെയ്ത ഒരുത്തനാണ് അവൻ. അവൻ അവിടെ കണ്ണൂർ ജയിലൊരു സുരക്ഷിതല്ല എന്നല്ല അതിന്റെ അർത്ഥം. തീർച്ചയായും അമ്മ പറഞ്ഞതുപോലെ തന്നെ കേരളം കണ്ട കൊടും ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ്. ആ ഗോവിന്ദചാമിക്ക് അത്രത്തോളം അശ്രദ്ധയോടുകൂടിയാണ് ജയിലിലെ സഹവാസം എന്നുകൂടിയല്ലേ വ്യക്തമാകുന്നത്? തന്നെയാണ്. ഒരുപാട് വർത്തമാനം പറയാൻ പറ്റണില്ല. ഞാനിങ്ങനെ വിറയ്ക്കാണ്, ശരീരം ഇങ്ങനെ വിറയല് കൊണ്ട് ഇപ്പൊ ഒന്നും പറ്റണില്ല. ഞാൻ അറിഞ്ഞപ്പോ തന്നെ ആകെ മാനസികമായി തളർന്നു പോയി. ശരി, യെസ്, അമ്മയുടെ ഒരു മാനസിക നില ഞങ്ങൾക്ക് മനസ്സിലാകും. ആ വാർത്ത കേട്ട ഞെട്ടലിൽ തന്നെയാണ് സൗമ്യയുടെ അമ്മയുള്ളത്. ആ അമ്മയെ സംബന്ധിച്ച് മകളുടെ ജീവനെടുത്ത കൊടും കുറ്റവാളിയാണ് ഗോവിന്ദചാമി. ആ ഗോവിന്ദചാമിയാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ അകത്തുനിന്നോ സഹായം ലഭിക്കാതെ ഇത് സാധ്യമാവുകയില്ല എന്നുകൂടിയാണ് അമ്മ പറഞ്ഞു വയ്ക്കുന്നത്. കേരളം ഒന്നാകെ തന്നെ ആ വാർത്തയുടെ ഞെട്ടലിൽ തന്നെയാണ്.